കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് ഉന്നത നേതാവായ തിപ്പിരി തിരുപ്പതി എന്ന ദേവുജി കീഴടങ്ങി. മാർച്ച് 31 ഇടതു തീവ്രവാദം അവസാനിപ്പിക്കാനുള്ള അമിത്ഷായുടെ ഡെഡ് ലൈൻ. അതാവുന്നതിന് മുൻപേ ഇത് ഏകദേശം തീരുമാനമാകുമെന്നാണ് തോന്നുന്നത്. കുറച്ചു ദിവസം മുൻപ് മാവോയിസ്റ്റ് നേതാവ് മാധ്വി ഹിത്മ ഉണ്ട തിന്ന് ഭിത്തിയിൽ കയറി. ആയുധം വെച്ച് കീഴടങ്ങാനുള്ള ഗവൺമെന്റിന്റെ ക്ഷണത്തിനും സ്വന്തം അമ്മയുടെ അപേക്ഷയ്ക്കും പുല്ല് വില കൊടുത്ത് നടന്ന അവസാനം സുരക്ഷാ സേനയുടെ ഉണ്ട തുളച്ച തലയിലൂടെ വിപ്ലവ വീര്യം ചോർന്ന് പടമായി ചുമരിലായി. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വടക്കൻ ആന്ധ്ര, കിഴക്കൻ തെലങ്കാന, പടിഞ്ഞാറൻ ഒഡീഷ, കിഴക്കൻ മധ്യപ്രദേശ്, കർണാടകത്തിലെ ചില ഭാഗങ്ങൾ, ഇത്രയും പ്രദേശമാണ് ഇന്ത്യയിലെ ചുവപ്പൻ ഇടനാഴി എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് ഇന്ത്യയിലെ മാവോവാദികൾ മുഴുവൻ കിടക്കുന്നത്. ഭൂരിഭാഗവും വനവാസികളുടെ താമസ സ്ഥലങ്ങളാണ്. അവരെ പിടിച്ചു പറിച്ച് തിന്നാണ് മാവോവാദികൾ കഴിയുന്നത് തന്നെ. 1967 നക്സൽ ബാരി മൂവ്മെന്റ് ഉണ്ടായത്, ചാരു മംജുദാറിന്റെ നേതൃത്വത്തിൽ. അതൊക്കെ കെട്ടടങ്ങി 37 കൊല്ലത്തിന് ശേഷം 2004 മാവോവാദികളും അവരുടെ ഗറില്ല ആർമികളും വീണ്ടും വ്യവസ്ഥാപിതമായി. അന്നു മുതൽ 4000-ഓളം പൗരന്മാരെയും 2500-ഓളം സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥരെയും കൊന്നുകഴിഞ്ഞിരിക്കുന്നു അവർ. 75 CRPF-കാരെ ഒറ്റയടിക്ക് കൊന്ന ദന്തേവാഡ ആക്രമണം, മഹേന്ദ്ര കർമ്മ എന്ന കോൺഗ്രസ് മന്ത്രിയെ കൊന്ന ദർബ ആക്രമണം തുടങ്ങി കാശ്മീർ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യൻ സ്റ്റേറ്റ് നേരിട്ട ഏറ്റവും വലിയ ആന്റി സ്റ്റേറ്റ് ടെററിസമാണ് മാവോവാദം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ CRPF ആണ് പ്രതിരോധത്തിൽ മുൻനിരയിൽ നിൽക്കുന്നത്. 2010 മൻമോഹൻ സിംഗിന്റെ കാലം മുതൽ ഇതിനെതിരെ പ്രതിരോധ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. സാൽവ ജുദും എന്ന പേരിൽ കൗണ്ടർ ഇൻസർജൻസി മിലിഷ്യയെ ഒക്കെ ഇറക്കി നമ്മൾ ഇതിനെ തടയാൻ നോക്കി. പക്ഷേ അന്ന് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരത്തിന് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ദിഗ്വിജയ് സിംഗിനെ പോലുള്ളവരുടെ എതിർപ്പുകൾ വന്നു. എന്നാലും ഇതിനെതിരെ നിർത്താതെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വന്നിരുന്നു. 2019 അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതോടെ മനുഷ്യാവകാശത്തിന്റെ സ്വിച്ച് ഓഫ് ചെയ്തു. 2013 182 ജില്ലകളിലായി വ്യാപിച്ചു കിടന്ന ഭീകരതയെ നിർദാക്ഷിണ്യം കൊന്നും കീഴടങ്ങാൻ അവസരം കൊടുത്തും 2025 ആയപ്പോഴേക്ക് 18 ജില്ലകളിലേക്ക് ചുരുക്കി. അതിനുവേണ്ടി ബലി കൊടുത്തത് നിരവധി പേരെയാണ്. എന്തായാലും ഈ ഒരു ഏർപ്പാടിന്റെ കാലാവധി കഴിഞ്ഞെന്ന് തന്നെ കരുതാം. ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട ആദിവാസി ജനതകളുള്ള ഇടം, വികസനം തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലാത്ത പ്രദേശങ്ങൾ, ഇവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നക്സൽ ബാധിത മേഖലകളിൽ ഭൂരിഭാഗവും. അവിടേക്ക് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലും കൊണ്ടുവരാൻ ഇവർ സമ്മതിച്ചിരുന്നില്ല സർക്കാരുകളെ. ഇനി ഇതിന്റെ പുറകിലാരാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. കാരണം ഈ പ്രദേശത്തെ ആദിവാസികൾ, വനവാസികൾ, ഗോത്രവിഭാഗക്കാർ ഇവരെല്ലാം തന്നെയും ഇന്ത്യയിലെ പരമദരിദ്രരായ സംഘടനാശേഷി കുറഞ്ഞ വിഭാഗക്കാരാണ്. നാഗാലാൻഡിലെയോ മിസോറാമിലെയോ ഇൻസർജൻസി പോലെ അല്ല ഇവിടെയുള്ളത്. കാരണം ബംഗ്ലാദേശ്, മ്യാൻമർ അതിർത്തി ജില്ലകളിലുള്ള സ്ഥലങ്ങളല്ല ഇവയൊന്നും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട ആയുധങ്ങളും മറ്റു സംവിധാനങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ മറ്റു ചില കൈകളുണ്ട്. മാവോയിസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സംശയം കിഴക്ക് ചൈനയിലേക്കാണ് പോവുക. ശരിയാണ്, ചൈനയ്ക്ക് ഇന്ത്യയുമായി പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ പ്രധാനമായി അതിർത്തി, കച്ചവടം എന്നിവയിലാണ് അവയുള്ളത്. ഇന്ത്യയിലെ കാട്ടിലെ ആദിവാസികൾക്കിടയിൽ അസ്ഥിരതയുണ്ടാക്കിയിട്ട് ചൈനയ്ക്ക് യാതൊരു നേട്ടവുമില്ല. ഇന്ത്യയിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കുള്ള ഭൂരിഭാഗം ഫണ്ടും വരുന്നത് ചൈനയിൽ നിന്നല്ലാത്തത് കാരണം കിട്ടുന്നതൊക്കെ ചൈനക്കിട്ട് വെക്കുന്നു എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥ ചരടുവലിക്കാർ പടിഞ്ഞാറാണ് ഇരിക്കുന്നത്. മുതലാളിത്തവും മാവോവാദവും തമ്മിൽ എന്ത് എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിക്കാം. ഇവിടെ അതിന് മുതലാളിത്തമല്ല ചരട് വലിക്കുന്നവർക്ക് വേണ്ടത്. തോക്ക് പിടിച്ച് നടക്കുന്നവർക്ക് മാവോയിസവും അല്ല വേണ്ടത്. അമേരിക്ക വെറും മുതലാളിത്ത രാജ്യം മാത്രമല്ല, ഇവാഞ്ചലിസ്റ്റ് മിനിസ്റ്ററുകളുടെ ഹെഡ് ഓഫീസ് കൂടെയാണത്. മാവോവാദികൾ 1100 കൊല്ലം പഴക്കമുള്ള ഗണപതിയുടെ പ്രതിമ തകർക്കുന്നതും ഈ നക്സൽ ബാധിത മേഖലയിൽ ഇന്ത്യൻ സ്റ്റേറ്റിനും മാവോവാദികൾക്കും മധ്യസ്ഥൻ പറയാൻ വരുന്നതും ആരാണെന്ന് നോക്കുക. ഈ മേഖലകളിൽ യഥേഷ്ടം സഞ്ചരിക്കാനാവുന്നത് ആർക്കാണെന്ന് നോക്കുക. ജോഷുവ പ്രൊജക്ട് എന്താണെന്നും അവരുടെ ഉദ്ദേശ ലക്ഷ്യവും നക്സൽ ബാധിത പ്രദേശത്തെ ഇപ്പോഴത്തെ ഡെമോഗ്രഫിയും വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഒന്നും തന്നെയും നിങ്ങൾക്ക് കൂടുതലായി വിശദീകരിച്ചു തരേണ്ട ആവശ്യമുണ്ടാവില്ല.